ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡാണ്, സാറ്റർഡേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊരു ഈവനിങ് ടൈമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികൾ മാറ്റി നടുകയും അങ്ങനെ തടമൊക്കെ എടുത്ത് വീടിന് ഫ്രണ്ടിലുള്ള കുറച്ച് പൂച്ചെടികളൊക്കെ പരിപാലിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 8 മണി കഴിഞ്ഞു. അന്നേരം നാളത്തേക്കുള്ള കുക്കിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു തേങ്ങ അരച്ച മീൻകറിയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ നല്ല കോമൺ ആയിട്ടുള്ളൊരു മീൻകറിയാണ്. ഇതിനകത്തേക്ക് നമ്മളൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 പിഞ്ച് ഉലുവാപ്പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷമാണ് ഞാൻ അരയ്ക്കുന്നത്. ഇത് ഞാൻ 2ആയിട്ടാണ് അരച്ചെടുത്തത്, കാരണം എൻ്റെ തേങ്ങയുടെ അളവ് കൂടുതലായിരുന്നുകൊണ്ട് തന്നെ. ഈ സമയത്ത് നമ്മൾ കുറച്ച് പുളി നല്ല ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ പുളിരസം ഇറങ്ങാനാണ്. തേങ്ങ ഇവിടെ നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഞാനിവിടെ സീബ്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളി, ചുമന്നുള്ളിയാണ് അരിഞ്ഞിടുന്നു. 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ച മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയും വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കാം. പിന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയ അരപ്പും കൂടി ആ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു, കാരണം എൻ്റെ അരപ്പിന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഇതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. നല്ലതായിട്ട് തിള വരുന്നുണ്ട്. കുറച്ച് നേരം തിളപ്പിച്ച് ഇതൊന്ന് നമ്മുടെ കുറുകലിന് ആവശ്യത്തിന് എത്തിക്കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു ബർഗറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ബീഫ് പാറ്റീസ് വെച്ച്. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ചിക്കൻ ബിരിയാണി കിട്ടി. നെയ്ബേഴ്സ് കൊണ്ട് തന്നാണ്. ഈദ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈദ് കഴിഞ്ഞെങ്കിലും അവർ സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഈദ് സ്പെഷ്യൽ എത്തിച്ചാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബർഗർ ഒന്നും നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബർഗറൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രിയിൽ ഡിന്നറായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.